നിങ്ങൾ പറയുന്നത് 2 ദിവസത്തെ ഈ യോഗം കൂടിയത് LDF ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ്. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗങ്ങളിൽ വിമർശനമുണ്ടാകും, സ്വയം വിമർശനമുണ്ടാകും. അതില്ലെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗങ്ങളല്ലെന്നാണ് CPIയുടെ കാഴ്ചപ്പാട്. ഞങ്ങളുടെ പാർട്ടിയിൽ ചർച്ചകളുണ്ട്. ആ ചർച്ചകൾക്ക് അവിടെ വിലക്കില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ 2 ദിവസത്തെ യോഗങ്ങളിലും CPIയെ പറ്റി വിമർശനമുണ്ടായിട്ടുണ്ട്. CPI നേതൃത്വം അവിടെ വിമർശിക്കപ്പെട്ടു. അതൊരു കമ്മ്യൂണിസ്റ്റ് ഗുണമാണ്. വിമർശനം കൊണ്ട് തകർന്നു പോകില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. വിമർശനം കൊണ്ട് ദുർബലമാകില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. വിമർശനത്തിലൂടെയാണ്, സ്വയം വിമർശനത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരികളിലേക്ക് പോകുന്നതെന്ന് CPIക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് CPI യോഗങ്ങളിലെ വിമർശനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ചർച്ചകളുടെ പൊട്ടും പൊടിയും വീണ് കെട്ടി അതെടുത്ത് പറഞ്ഞുകൊണ്ട് കത്തനറിയാൻ ശ്രമിക്കുന്ന നിങ്ങൾ ഈ സത്യം തിരിച്ചറിയാനാണ് സ്നേഹബുദ്ധിയ എല്ലാ ആദരവോടും കൂടി എല്ലാ സുഹൃത്തുക്കളോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്. ആ അളവിലുള്ള വിമർശനവും ചർച്ചയും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നുപോലും LDFനെ ദുർബലമാക്കാൻ വേണ്ടിയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി വിമർശനമുണ്ടായിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലമാക്കാൻ വേണ്ടിയാണോ? ഒരിക്കലുമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയെ പറ്റി വിമർശനമുണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ യോഗത്തിൽ. ആ വിമർശനങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. CPIയുടെ യോഗങ്ങളിൽ ഞങ്ങൾ പറയാറുണ്ട്, സെക്രട്ടറി അടക്കം ആരെയും വിമർശിക്കാമെന്ന്. വിമർശനങ്ങളെല്ലാം അങ്ങനെ കാണാനുള്ള രാഷ്ട്രീയ പക്വതയുണ്ട്, പ്രബുദ്ധതയുണ്ട് CPIക്ക്. ആ ചർച്ചകളെ അങ്ങനെ കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും ബോധ്യമാകും നിങ്ങൾ പറഞ്ഞ പല കഥകളും കേവലമായ കഥ മാത്രമാണെന്ന്. എന്തായാലും അതിൻ്റെ എല്ലാം സാരാംശമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള കാര്യമാണ് ഈ ചെറിയ കുറിപ്പിൽ ഞങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. LDF ശക്തിപ്പെടണം. ശക്തിപ്പെടാൻ ആവശ്യമായിട്ടുള്ള നയങ്ങളും നടപടികളും വേണം. അതാണ് CPIയുടെ കാഴ്ചപ്പാട്. ആ ചുറ്റുപാടിലാണ് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളെ വിലയിരുത്തിയത്. ആ ഫലം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ഞങ്ങളെല്ലാവരും കരുതിയത് ഉജ്ജ്വലമായ വിജയമായിരുന്നു. ആ വിചാരം വെറുമൊരു തോന്നലായിരുന്നില്ല. LDF ഗവൺമെൻറ് ചെയ്ത എണ്ണമറ്റ കാര്യങ്ങൾ, കേരളത്തിൻ്റെ എല്ലാ തുറകളിലും ഉണ്ടാക്കിയ വലിയ മാറ്റങ്ങൾ, ഓരോ ജീവിതത്തുറയിലും LDF ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ, അത് നീണ്ടു പരന്ന് കിടക്കുന്നവയാണ്. അതെല്ലാം നോക്കുമ്പോൾ, അതെല്ലാം കാണുമ്പോൾ ജനങ്ങളുടെ വോട്ട് ഈ സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ LDFൻ്റെ വിജയത്തിന് വേണ്ടിയാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷയല്ല പക്ഷേ നടന്നത്. ആ പ്രതീക്ഷ അങ്ങനെ നോക്കിയാൽ ഫലവത്തായില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും പരാജയം പുത്തരിയല്ല. പരാജയപ്പെട്ടാൽ അതോടുകൂടി എല്ലാം തീർന്നുവെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നുമില്ല. ചരിത്രം അവസാനിക്കുന്നില്ല. സോവിയറ്റ് യൂണിയനിലെയും കിഴക്കൻ യൂറോപ്പിലെയും തകർച്ചയുടെ കാലത്ത് ലോകത്തെമ്പാടുമുള്ള വലതുപക്ഷം പറഞ്ഞു ദ എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു. ചരിത്രം അവസാനിച്ചുവെന്ന് പറഞ്ഞു. അന്നേ ഞങ്ങൾ പറഞ്ഞത് ഇപ്പോഴും പറയുന്നു, ചരിത്രം ആർക്കെങ്കിലും വേണ്ടി അവസാനിക്കാൻ പോകുന്നില്ല. വലതുപക്ഷം കൊതിച്ചാൽ, അവർ വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ, തോക്കെന്ത് കൽപ്പിച്ചാൽ ചരിത്രം അവസാനിക്കില്ല. ചരിത്രം മുന്നോട്ട് പോകും. മുന്നോട്ട് പോയിട്ടുണ്ട്. ലോകത്ത് പോകും, ഇന്ത്യയിൽ പോകും, കേരളത്തിലും പോകും. അതുകൊണ്ട് ഞങ്ങൾ കാണുന്നത് ഈ പരാജയത്തെ ചരിത്രത്തിൻ്റെ അവസാനമായിട്ടല്ല, കാലത്തിൻ്റെ തീരുമാനത്തിലുള്ള ഫലമായിട്ട് കാണുകയാണ് ഞങ്ങൾ. ജനങ്ങൾ തന്ന ഒരു മുന്നറിയിപ്പായി ഞങ്ങളതിനെ കാണുന്നു. ആ മുന്നറിയിപ്പിനെ അതിൻ്റെ എല്ലാം ആദരവോടും കൂടി കാണാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മടിയില്ല. കാരണം CPIക്ക് അറിയാം, എല്ലാത്തിനേക്കാളും വലിയവർ ജനങ്ങളാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ കാതൽ.
ആ ജനങ്ങൾ വിധി പറഞ്ഞാൽ ഞങ്ങൾ ആ വിധിയെഴുത്തിനെ തലതാഴ്ത്തി പിടിച്ച് അംഗീകരിക്കും. ഞങ്ങൾ സ്വയം ചോദിക്കും, എന്തുകൊണ്ട് ജനവിധി ഇങ്ങനെയായി എന്ന്. അതിൻ്റെ കാരണം കണ്ടുപിടിക്കാനായി ഞങ്ങൾ ശ്രമിക്കും. കണ്ടുപിടിച്ചാൽ തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഞങ്ങൾ തിരുത്തും. തെറ്റുകൾ തിരുത്തൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗുണമാണ്. ആർജനം കമ്മ്യൂണിസ്റ്റുകാർക്കേ ഉള്ളൂ. വലതുപക്ഷം ഒരിക്കലും ആർജനം കാണിച്ചിട്ടില്ല. വീണാൽ അവർ പറയും അത് വീഴ്ചയല്ല, വിദ്യയാണെന്ന്. ഞങ്ങൾ പറയും വീണാൽ അത് വീഴ്ചയാണെന്ന് പറയും. എന്തുകൊണ്ട് വീഴ്ച സംഭവിച്ചെന്ന് ചോദിക്കും ഞങ്ങൾ ആ വീഴ്ചയെ തിരുത്തും. ആ വീഴ്ചയെ തിരുത്തിക്കൊണ്ട് ഞങ്ങൾ തിരിച്ചു വരും, ഞങ്ങൾ മുന്നേറും. ആ അർത്ഥത്തിൽ CPI ഉറപ്പിച്ചു പറയുന്നു, ഈ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് LDFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആവശ്യമായ തിരുത്തൽ വരുത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് ആഴത്തിൽ കടന്നു ചെന്ന് വിശ്വാസത്തിനെ വീണ്ടും ബലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ LDFിൻ്റെ മൂന്നാം ഊഴം ഉറപ്പാണ്. ആ മൂന്നാം ഊഴം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നല്ല പരിശ്രമത്തിൻ്റെ ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായുള്ള പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങൾ ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്.